ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെന്ന് ഇസ്രായേൽ. സേനയുടെയും ജനത്തിന്റെയും വിജയമാണിത് എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ബി ദിലീപ് കുമാർ വിശദീകരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ്, ഇസ്രായേൽ പറയുന്നു അവർ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടത് ആ ലക്ഷ്യങ്ങൾ നേടിയെന്ന്. ഇറാൻ പറയുന്നു അമേരിക്ക വെടിനിർത്തലിന് വേണ്ടി യാചിച്ചു, അങ്ങനെ അത് അംഗീകരിച്ചു കൊടുത്തു എന്നത്. യഥാർത്ഥത്തിൽ ഈ 12 ദിവസം നീണ്ട സംഘർഷത്തിന്റെ ബാക്കി എന്തൊക്കെയാണ്? വിജയകുമാർ, യുദ്ധത്തിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ഏതായാലും ചർച്ച ചെയ്യേണ്ട ഒരു അവസരമല്ല. പക്ഷേ മനുഷ്യരാണ് പരാജയപ്പെട്ടത്, നിരായുധരായ പാവങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ, മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ വെളിച്ചം കടന്നു വരുന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ഈ യുദ്ധമുയർത്തുന്ന ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും തുടർന്നുള്ള ചർച്ചകളിലൊക്കെ ആ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇന്നലെ ഖത്തറിലെ ദോഹയ്ക്ക് സമീപമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ഇറാനിലെ ആണവ നിലയങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന നിലയിലാണ് ഈ ഖത്തറിലെ സൈനിക താവളം അൽ ഉദൈദ് സൈനിക താവളത്തിന് നേരെ ആക്രമണം. അതോടൊപ്പം തന്നെ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതിനു ശേഷം മണിക്കൂറുകൾക്കകമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതായി പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിക്കുന്നത് യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു എന്ന കാര്യം. പക്ഷേ ഇറാൻ ഇക്കാര്യം ആദ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ആദ്യം ഉണ്ടായത്, അതുകൊണ്ട് ആദ്യം വെടിനിർത്തേണ്ടത് ഇസ്രയേലാണ് എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത്. അതിനു പിന്നാലെ ഏതാണ്ട് ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് ഇറാൻ കടന്നുവെന്ന ആദ്യ അറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ വ്യോമാക്രമണങ്ങൾ രണ്ടു രാജ്യങ്ങളിലും ഉണ്ടായി. ഇസ്രായേലിലെ ജനവാസ മേഖലയായ ബിർഷബയിൽ ഇറാൻ ആക്രമണം നടത്തി 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലും തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തിയിരുന്നു. ഈ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഏതായാലും രണ്ടു രാജ്യങ്ങളും പിന്നീട് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അല്പസമയം മുമ്പ് വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന പ്രഖ്യാപനം നടത്തി. പക്ഷേ കാതലായ ചില പ്രശ്നങ്ങൾ, ഇറാനിലെ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. അത്തരം അവകാശവാദങ്ങൾ ശരിയാണോ, അതിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഇറാനിലെ ആണവ നിലയങ്ങൾ ഇറാൻ തുടർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇറാൻ അവകാശപ്പെട്ടിരുന്നത് അവിടെ നിന്നൊക്കെ ഈ ഫൊർദോ ആണവ നിലയത്തിൽ നിന്നടക്കം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലുമൊക്കെ ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. ഇസ്രയേൽ തന്നെ ഇതിനകം ഇപ്പോൾ തന്നെ ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഹമാസുമായിട്ടുള്ള യുദ്ധം അതും അവസാനിപ്പിക്കണമെന്ന് അവിടുത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലുള്ള സമ്മർദ്ദം ഇസ്രയേലും നേരിടുന്നുണ്ട്. ഇനി ഈ കാര്യത്തിൽ ഇനിയൊരു ശാശ്വത പരിഹാരം, ശാശ്വത സമാധാനം പശ്ചിമേഷ്യയിൽ നിലനിർത്തുന്നതിന് തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളിലേക്കൊക്കെ ഈ രാജ്യങ്ങൾ കടക്കും എന്ന് പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഈ പറയുന്ന 12 ദിവസത്തെ പരസ്പരമുള്ള ഈ ആക്രമണത്തിന്റെ ബാക്കി എന്ന് പറയുന്നത് രണ്ടു രാജ്യങ്ങളിലുമായി ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിലും ലഭ്യമല്ല. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അത്തരം ദുരന്തത്തിൻ്റെതായ അവശേഷിപ്പുകളാണ് രണ്ട് രാജ്യങ്ങളുടെയും തലസ്ഥാന നഗരിയിൽ നിന്നൊക്കെ വരുന്നത്. അതിൻ്റെ ഒരുപക്ഷെ അതിന് കൂടുതൽ വിവരങ്ങൾ സമാധാന കാലത്തായിരിക്കും പുറത്തു വരാൻ പോകുന്നത്.